നമസ്കാരം. കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA-ക്ക് മാസം എത്ര രൂപ ശമ്പളമായി ലഭിക്കും? മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ചെലവ് ഇനത്തിൽ വരുന്നത്? ഒപ്പം MLA എന്ന കാലാവധി പൂർത്തിയാക്കിയാൽ പിന്നീട് എത്ര രൂപയാണ് പെൻഷനായി ലഭിക്കുക? നമുക്ക് വിശദമായി നോക്കാം. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ ആണ് ഉള്ളത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വിജയിച്ചു കയറുന്ന ഓരോ MLA-ക്കും പ്രതിമാസം കേവലം 2000 രൂപ മാത്രമാണ് ശമ്പളം എന്ന നിലയിൽ ലഭിക്കുന്നത്. ആ ശമ്പളം എന്നത് ഒരു ഫിക്സഡ് അലവൻസ് ആണ് എന്നതാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും MLA-മാർക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് കേവലം 2000 രൂപ മാത്രമാണ് പ്രതിമാസം എന്ന് പറയുമ്പോൾ, മറ്റ് അലവൻസുകൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അത് 70,000 രൂപയിലേക്ക് എത്തുന്നു എന്നതാണ്. അതെങ്ങനെ എന്നതുകൂടി നമുക്ക് വിശദമായി നോക്കാം. ഒരു MLA-ക്ക് തൻ്റെ നിയോജക മണ്ഡലത്തിൽ മണ്ഡലം അലവൻസ് എന്ന നിലയിൽ അനുവദിക്കപ്പെടുന്ന തുക എന്നത് ഒരു മാസം 25,000 രൂപ ആണ്. അതോടൊപ്പം തന്നെ ഫോൺ വാടക എന്ന നിലയിൽ ഒരു മാസം 11,000 രൂപ ലഭിക്കും. പുതിയ കാലഘട്ടത്തിൽ MLA-മാർക്ക് നൽകുന്ന അലവൻസിൽ ഏറ്റവും അധികം വിമർശനം നേരിടുന്ന അലവൻസ് ആണ് ഈ ഫോൺ വാടക എന്നത്. അതായത് വളരെ ചെറിയ നിരക്കിൽ തന്നെ അൺലിമിറ്റഡ് ആയി ഓരോ മാസവും കോൾ ചെയ്യാവുന്ന സാങ്കേതിക സംവിധാനവും സർവീസും നിലവിൽ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്രയധികം തുക ഫോൺ വാടക എന്ന ഇനത്തിൽ നൽകുന്നത് എന്ന ചോദ്യം ആണ് ഉയരുന്നത്. പക്ഷേ ആ ഫോൺ വാടക കുറയ്ക്കാൻ ഒരു സർക്കാരും തയ്യാറായിട്ടില്ല. അങ്ങനെ 11,000 രൂപ എന്നതാണ് ഇപ്പോഴത്തെ ഫോൺ വാടക. അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ അലവൻസ് എന്ന നിലയിൽ 4,000 രൂപ കൂടി പ്രതിമാസം ഓരോ MLA-ക്കും ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് എന്നത് സൽക്കാരത്തിന് വേണ്ടിയുള്ള അലവൻസ് ആണ്. അതായത് MLA-മാർക്ക് അവരുടെ കൂടിക്കാഴ്ചകളിൽ, മീറ്റിങ്ങുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ അതിന് ആവശ്യമായി വരുന്ന ചെറിയ ചെലവ് എന്ന നിലയിൽ ആണ് ഈ സൽക്കാരത്തിന് വേണ്ടിയുള്ള അലവൻസിനെ കാണുന്നത്. അങ്ങനെ 8,000 രൂപ ഒരു മാസം അലവൻസായി MLA-മാർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് എന്നത് യാത്രാ ഭത്തയാണ്. ഓരോ MLA-ക്കും ഒരു മണ്ഡലത്തിലെ യാത്രാ ഭത്ത എന്ന നിലയിൽ പ്രതിമാസം ലഭിക്കുന്നത് 20,000 രൂപ ആണ്. അങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA-ക്ക് അലവൻസും ശമ്പളവും എന്ന നിലയിൽ ആകെ ലഭിക്കുന്ന ഒരു മാസത്തെ തുക എന്നതാണ് 70,000 രൂപ. എന്നാൽ ഇത് മാത്രമാണോ MLA-മാർക്ക് ലഭിക്കുന്നത്? ഈ ആനുകൂല്യങ്ങൾ മറ്റ് ആനുകൂല്യങ്ങളുമായി എങ്ങനെയാണ് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാൻ സാധിക്കുന്നത്? അതുകൂടി ഒന്ന് വിശദമായി നോക്കാം. നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു യാത്രാ ഭത്ത എന്നത്. ഇവിടെ ഒരു MLA റോഡ് യാത്ര നടത്തുമ്പോൾ അത് 1 കിലോമീറ്ററിന് ഏതു വാഹനം വേണമെങ്കിലും അദ്ദേഹത്തിന് ഉപയോഗിക്കാം. നമ്മൾ പല MLA-മാരെയും പല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. വാഹനം എന്തു തന്നെയാണെങ്കിലും റോഡ് യാത്രയ്ക്കായി 10 രൂപ ആണ് 1 കിലോമീറ്ററിന് ഒരു MLA-ക്ക് സർക്കാർ അനുവദിക്കുന്ന തുക എന്നത്. ഒപ്പം ട്രെയിനിൽ ആണ് MLA യാത്ര ചെയ്യുന്നത് എങ്കിൽ MLA-മാർക്ക് ഫസ്റ്റ് ക്ലാസ് AC ടിക്കറ്റ് ആണ് അനുവദിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് AC-യിൽ യാത്ര ചെയ്യാം എന്ന് മാത്രവുമല്ല, ഓരോ കിലോമീറ്ററിനും 25 പൈസ എന്ന നിരക്കിൽ കൂടി MLA-മാർക്ക് ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി അനുവദിക്കുന്നുമുണ്ട്. ഒപ്പം ചേർത്ത് വെക്കേണ്ടത് ഏതൊരു MLA-ക്കും ഈ യാത്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നതാണ്. അതായത് ഒരു MLA ഒരു മാസം ഇത്ര കിലോമീറ്റർ ദൂരമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള നിബന്ധനകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് വിമാനയാത്രാ കൂലിയാണ്. ഒരു MLA-ക്ക് ഒരു വർഷം വിമാനയാത്രകൾ നടത്തുന്നതിന് വേണ്ടി 50,000 രൂപ കൂടി സർക്കാർ അനുവദിക്കുന്നു എന്നതാണ്. ഇങ്ങനെയാണ് MLA-മാരുടെ യാത്രയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യാത്രയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം ട്രെയിൻ യാത്രകൾക്കും വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് വാഹനവുമായിക്കൊള്ളട്ടെ ആ വാഹനത്തിൽ പെട്രോളോ ഡീസലോ മറ്റിന്ധനമോ ഉപയോഗിക്കുന്നുണ്ടാകും. അങ്ങനെ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയും ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ഫസ്റ്റ് ക്ലാസ് AC-യിലുള്ള ട്രെയിൻ യാത്രകൾക്കും വേണ്ടി ഒരു വർഷം 4 ലക്ഷം രൂപ വരെ ഒരു MLA-ക്ക് സർക്കാർ അനുവദിക്കുന്നു എന്നതാണ്. ഇതാണ് MLA-മാരുടെ യാത്രകളുടെ പ്രത്യേകത എന്നത്. ഇനി ഈ യാത്രകളോടൊപ്പം തന്നെ MLA-മാർ പങ്കെടുക്കുന്ന യോഗങ്ങൾ ഉണ്ട് എന്നതാണ്. അത് ഔദ്യോഗികമായ യോഗങ്ങളായിരിക്കും. ജനങ്ങളുടെ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് സർക്കാർ സംഘടിപ്പിക്കുന്ന യോഗങ്ങൾ. അങ്ങനെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ യോഗം നടക്കുന്നത്, ഔദ്യോഗികമായ ആ യോഗം നടക്കുന്നത് കേരളത്തിൽ ആണ് എങ്കിൽ ഒരു ദിവസം 1000 രൂപ എന്ന നിലയിൽ
ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് MLA-മാർക്ക് തുക സർക്കാർ അനുവദിക്കും. ഇനിയിപ്പോൾ ഈ യോഗം നടക്കുന്നത് കേരളത്തിന് പുറത്താണ് എന്ന് കരുതുക. അപ്പോൾ 1000 എന്നത് 1200 എന്ന നിലയിൽ ഒരു ദിവസത്തെ ഭത്ത എന്ന നിലയിലേക്ക് അനുവദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 1000 മുതൽ 1200 രൂപ വരെ എന്ന നിരക്കിൽ ആണ് MLA-മാർക്ക് നൽകുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, MLA-മാർ പൊതുഗതാഗത സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ, അതായത് നമ്മുടെ KSRTC വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ ആ യാത്ര പൂർണ്ണമായും സൗജന്യമായിരിക്കും എന്നതാണ്. സൗജന്യമായി KSRTCയിൽ യാത്ര ചെയ്യാൻ MLA-മാർക്ക് സാധിക്കുന്നു. നമുക്കറിയാം, വനിതകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ വരാൻ പോകുന്നു. അതിനിടെയാണ് നിലവിൽ MLA-മാരായിട്ടുള്ളവർ KSRTCയിൽ സൗജന്യ യാത്രയാണ് അനുവദിക്കുന്നത് എന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് സർക്കാർ ചികിത്സാ ചെലവുകൾ വഹിക്കും എന്നതാണ്. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA-മാർക്ക് അസുഖങ്ങൾ വരികയും ആ അസുഖങ്ങൾക്ക് വലിയ തുക ചെലവഴിക്കേണ്ടി വന്നാൽ പോലും ആ തുക സർക്കാർ വഹിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലപ്പോഴെങ്കിലും വിവരാവകാശ പ്രകാരം ഓരോ സർക്കാരിൻ്റെയും കാലഘട്ടത്തിൽ ഓരോ ജനപ്രതിനിധികളും ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി മുടക്കിയിട്ടുള്ള അല്ലെങ്കിൽ എഴുതി വാങ്ങിയിട്ടുള്ള തുക എത്ര എന്നത് സംബന്ധിച്ച് ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ട് എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നത് MLA-മാർക്ക് ഭവന വാഹന വായ്പകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വാഹന വായ്പയായി ലഭിക്കുന്നത് 10 ലക്ഷം രൂപ ആണ്. ഈ വാഹന വായ്പയ്ക്ക് ഈ 10 ലക്ഷം രൂപയ്ക്കും MLA-മാർ പലിശ നൽകേണ്ടതില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഭവന വായ്പയായി 20 ലക്ഷം രൂപയും സർക്കാർ ഓരോ MLA-മാർക്കും അനുവദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് വേണ്ടി 15,000 രൂപ ആണ് സർക്കാർ അനുവദിക്കുന്നത്. അതായത് MLA-മാർ, നമുക്കറിയാം MLA-മാർക്ക് പല പുസ്തകങ്ങൾ അത് റെഫറൻസിൻ്റെ ഭാഗമായി ഒരു പക്ഷേ അത് അല്ലാതെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കേണ്ടതായി വരാറുണ്ട്. അതിന് ആ 15,000 രൂപ സർക്കാർ അനുവദിക്കുന്നുണ്ട്. മറ്റൊന്ന് അപകട ഇൻഷുറൻസ് ആണ്. നേരത്തെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപകട ഇൻഷുറൻസിൽ 20 ലക്ഷം രൂപ വരെയുള്ള അപകട ഇൻഷുറൻസ് ആണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് MLA-മാർക്ക് സർക്കാർ നൽകുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്നത് ഓരോ MLA-മാർക്കും സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയമിക്കാം എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റാഫ് അലവൻസായി 20,000 രൂപ സർക്കാർ ഓരോ MLA-മാർക്കും, ഇതും 140 MLA-മാർക്കും ബാധകമാകുന്നതാണ്. സ്റ്റാഫ് അലവൻസ് എന്ന നിലയിൽ ഓരോ മാസവും 20,000 രൂപ വീതം സർക്കാർ നൽകുന്നുമുണ്ട്. നമ്മൾ ഇത്രയും സംസാരിച്ചത് MLA-മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചാണ്. അതേസമയം MLA-മാർക്ക് വേണ്ടി വരുന്ന മറ്റൊരു ചെലവ് കൂടിയുണ്ട്. അത് അവരുടെ ഹോസ്റ്റൽ സംവിധാനവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഹോസ്റ്റലുകളിൽ ആണ് MLA-മാർ താമസിക്കുന്നത്. അതിൽ തന്നെ ഹോസ്റ്റൽ വാടകയായി നൽകേണ്ടി വരുന്നത് 50 രൂപയാണ്. അതേസമയം പുതിയ കെട്ടിടത്തിൽ, അതായത് പുതിയ ഹോസ്റ്റലിൽ ആണ് എങ്കിൽ 100 രൂപയും ചെലവ് എന്ന നിലയിൽ തന്നെ നമുക്ക് MLA-മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെലവ് എന്ന നിലയിൽ തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. ഇനി എടുത്തു പറയേണ്ടത്, ഒരിക്കൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ, അതായത് കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരിക്കലെങ്കിലും MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിട്ടുണ്ട് എങ്കിൽ പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ പെൻഷൻ തുകയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ പെൻഷൻ, അതായത് ഒരു MLA എന്ന നിലയിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം വിരമിക്കുകയും ചെയ്താൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട സഭയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു MLA-ക്ക് 8,000 രൂപ പെൻഷൻ എന്നത് ആണ്. അതേസമയം ഒരു MLA, അതായത് 2 വർഷത്തിൽ കൂടുതൽ, നിലവിൽ ഈ 8,000 രൂപ ഏറ്റവും കുറഞ്ഞത് എന്ന് പറയുമ്പോൾ 2 വർഷത്തിൽ താഴെയോ കാലാവധിയിൽ MLA പദവി അലങ്കരിച്ചവർക്കാണ് ഈ 8,000 രൂപ എന്നത് പെൻഷൻ. അതേസമയം 3 വർഷം എങ്കിലും MLA പദവിയിൽ കേരള നിയമസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ 12,000 രൂപ ആ MLA ആയിരുന്ന വ്യക്തിക്ക് പിന്നീട് പെൻഷൻ ലഭിക്കും എന്നതാണ്. ഈ പെൻഷൻ തന്നെ 4 വർഷം കാലാവധി പൂർത്തിയാക്കിയാൽ 16,000 രൂപയായി ഉയരുകയും ചെയ്യും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം 5 വർഷം പൂർത്തിയാക്കിയാൽ, അതായത് ഒരു ടേം MLA എന്ന നിലയിൽ നിയമസഭയിൽ 5 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ ആ MLA-ക്ക് ഏറ്റവും ചുരുങ്ങിയത് 20,000 രൂപ പ്രതിമാസം പെൻഷൻ ലഭിക്കും എന്നതാണ്.
ഇനി നമുക്കറിയാം, കേരളത്തിൽ തന്നെ ദീർഘകാലം MLA-മാരായി സേവനം അനുഷ്ഠിച്ചവരുണ്ട്. ഒരേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി വിജയിച്ച് കയറുന്ന MLA-മാർ ഉണ്ട്. ഇപ്പോൾ പോലും സഭയിൽ അങ്ങനെ 6ഉം 7ഉം തവണ വിജയിച്ച MLA-മാരുണ്ട്. അവരിൽ ചിലരെങ്കിലുമൊക്കെ ഈ 5 വർഷക്കാലം വെച്ച് പൂർത്തിയാക്കുന്നവർ ആണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രയോ വർഷമായി അവർ MLA പദവിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു നിബന്ധനയുണ്ട്. അതായത് 5 വർഷം പൂർത്തിയാക്കുന്നവർക്ക് 20,000 രൂപയാണ് പെൻഷനെങ്കിൽ പിന്നീട് ഓരോ വർഷവും കാൽക്കുലേറ്റ് ചെയ്ത് 1000 രൂപ കൂടി പെൻഷനായി നൽകും. അതായത് ചുരുക്കി പറഞ്ഞാൽ 6 വർഷം MLA ആയിരുന്ന ഒരു വ്യക്തിക്ക് 20,000 പ്ലസ് 1000 21,000, 7 വർഷം MLA ആയിരുന്ന ആളിന് 21,000 പ്ലസ് 1000 കൂടിയാകുമ്പോൾ 22,000 രൂപ എന്ന നിലയിലേക്ക് എത്തും. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു സംശയം, 40ഉം 50ഉം വർഷമൊക്കെ MLA-മാരായിരുന്നവർ ഉണ്ട്, അവർക്ക് ഈ 20,000 പ്ലസ് 40,000 50,000 അങ്ങനെ ഒരു തുക ലഭിക്കുമോ എന്നതാണ്. അങ്ങനെയല്ല. അതായത് MLA-മാരെ സംബന്ധിച്ചിടത്തോളം 5 വർഷം പൂർത്തിയാക്കുന്നവർക്ക് 20,000 രൂപ, പിന്നീടുള്ള ഓരോ വർഷവും 1000 രൂപ. പക്ഷേ പരമാവധി 50,000 രൂപ ആണ് MLA-മാർക്ക് പെൻഷൻ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ വർഷങ്ങൾ, എത്ര വർഷങ്ങൾ MLA ആയിരുന്നാൽ പോലും മാക്സിമം എന്നത് 50,000 രൂപ എന്ന നിലയിൽ ആണ് പെൻഷനായി വാങ്ങാൻ പറ്റുന്നത് കേരളത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA-മാർക്ക് എന്നതാണ്. ഇതോടൊപ്പം ഈ മുൻ MLA-മാർക്ക് യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു ചെലവ് സംസ്ഥാന സർക്കാർ നൽകാറുണ്ട്. അത് ഒരു വർഷം പരമാവധി 1 ലക്ഷം രൂപ എന്നതാണ് നിലവിൽ MLA-മാർ ആയിരുന്ന് പിന്നീട് വിരമിച്ചവർക്ക് ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നത്. ഇങ്ങനെയാണ് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 140 MLA-മാർക്കും ഇതിനു മുമ്പ് MLA-മാർ ആയിരുന്നവർക്കും ഇപ്പോൾ MLA-മാർ ആയിട്ടുള്ളവർക്കും വേണ്ടി സർക്കാർ പൊതു ഖജനാവിൽ നിന്നും ചിലവാക്കുന്ന തുകയുടെ കണക്കുകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.